ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ. എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് ഈ കാണുന്ന വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. 10.25 സെന്റ് സ്ഥലമുണ്ട്. 10.75 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമിൽ തീർത്തിരിക്കുന്ന ഒരു നല്ല വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് ഇവിടേക്ക് ടാർ റോഡ് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണ്. കാക്കനാട് ഭാഗങ്ങൾ ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകണമെങ്കിൽ 13 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ 13 കിലോമീറ്റർ തന്നെ. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ 16 കിലോമീറ്ററും. എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നുള്ള ആക്സസ് നിങ്ങൾ കണ്ടു. മെയിൻ റോഡിന് വളരെ അടുത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഷോപ്പുകളെല്ലാം തന്നെ നമുക്ക് വളരെ നിയർ ബൈ ആയിട്ടാണ്. രാജഗിരിയുടെ അടുത്തെന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. എസ്പെഷ്യലി റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മതിൽ നിങ്ങൾ കണ്ടു. ഗേറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വലിയൊരു കോമ്പൗണ്ട് ആണ്. ഒരുപാട് ലാൻഡ് ആഗ്രഹിക്കുന്നവർക്ക്, അതും നല്ലൊരു റേറ്റിൽ, വളരെ കുറഞ്ഞ റേറ്റിൽ ഇത്രയും ലാൻഡും വീടും കൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം മരങ്ങളോ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. 10.75 സെന്റ് സ്ഥലവും ഈ ഒരു വീടും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു മുഴുവൻ ലാൻഡും വീടും കൂടെ വേണ്ട, ഇതിൽ കുറച്ചു മതി, കാണുന്ന വീടും 6 സെന്റ് സ്ഥലവും കൂടെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 തരത്തിൽ നമുക്ക് ഈ വീട് സെയിലിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോ ഇവിടെ നിന്നാണ് കയറി വന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷനൊക്കെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ കയറിയിട്ട് റൈറ്റ് സൈഡിലെ ഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റ നിലയിലായിട്ട് 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പുറത്ത് നമുക്കൊരു കോമൺ ബാത്റൂം കൂടി വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡും ആ ഒരു സൈഡ് പോർഷനൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ബാക്കിലേക്കും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറിയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ലെഫ്റ്റ് സൈഡും ഒന്ന് നോക്കാം. അവിടെയൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയിട്ടാണ് കിടക്കുന്നത്. വാഴയും മറ്റുള്ള മരങ്ങൾ, റംബൂട്ടാൻ ഒക്കെ നിൽക്കുന്നത് കാണാം. നമുക്ക് വീടിനോട് ചേർന്ന് കൃഷിയിടങ്ങളൊക്കെ ചെയ്യാൻ, കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ലാൻഡ് തന്നെയാണ്. നല്ല മണ്ണുമാണ്. എന്തെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും. ഇവിടെ ഓൾറെഡി ഇപ്പൊ തന്നെ കറിവേപ്പ് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനോട് ചേർന്ന് തോട്ടങ്ങൾ നിർമ്മിക്കാനും ചെടികൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ല ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾ കണ്ടു. നമുക്കിനി വീട് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്കൊരു 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. വൈറ്റ് കളറുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ ആളുകൾ താമസമുള്ളതാണ് എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് വീടിനകത്തൊന്ന് കാണിച്ചു തരാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെയിൻ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, എം ടി ആയിട്ടാണ്. അതായത് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വീട് സ്ഥലവും കൂടെ മാത്രമാണ് സെയിലിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നേരെ കടന്നു വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനും ഡൈനിങ്ങിനും ആയിട്ട് കിട്ടുന്നത്. നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ ചുറ്റിനും വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ലിവിംഗും ഡൈനിങ്ങും കൂടെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് കളറിലൊരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ലിവിങ്ങിനും ഡൈനിങ്ങിനും മിഡിലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴത്തെ 1ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ടൊരു വാഷ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. വിൻഡോസ് എല്ലാം തന്നെ കട്ടർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എവിടേക്കാണെന്നുള്ളത്. അതുകൂടാതെ നമുക്കിത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ബോർഡ് റൂമും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഡിസൈനോടുകൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. ഡൈനിങ്ങിനായിട്ട് അലോ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2ാമത്തെയും 3ാമത്തെയും ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡബിൾ കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം ആണ്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്കൊരു വാർഡ്രോബ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് ഡോറുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ആ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ കൂടെ കൂടിയിട്ടൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഡോറൊക്കെ വെച്ചിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് 2 ലെയറിൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ടോപ്പ് ഫ്ലോറിൽ വരുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു കിച്ചൺ കഴിഞ്ഞാൽ നേരെ വരുന്നത് ചെറിയൊരു വർക്ക് ഏരിയ പോലെ സെക്കൻഡ് കിച്ചൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് കിച്ചൺ ആണ്. ബിക്കോസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്മോക്ക്ലെസ് അടുപ്പ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്. ടോപ്പ് പോർഷൻ എല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ എല്ലായിടത്തും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ചുണങ്ങംവേലി രാജഗിരി ഹോസ്പിറ്റലിന് വളരെ അടുത്തായിട്ടാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഷോപ്പുകളെ കാര്യങ്ങളെല്ലാം തന്നെ അടുത്തുള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ നിങ്ങൾക്ക് എല്ലാവരും തൊട്ടടുത്ത് തന്നെയാണ്. ചൂണ്ടി ഭാരത് മാതാ കോളേജ്, വിശ്വജ്യോതി സ്കൂൾ എല്ലാം വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളൊക്കെ ഇവിടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് വിദേശത്തുള്ളവർക്കാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു അവസരമാണ്. ബിക്കോസ് നിങ്ങൾക്ക് എപ്പോഴും എയർപോർട്ടിൽ നിന്നൊക്കെ പോയി വരുന്നവരാണെങ്കിൽ വളരെ ഈസിയാണ്. വെറും 13 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കുകാർക്കും വളരെ എളുപ്പമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ആണ് നമുക്ക് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 16, രാജഗിരിയിലേക്ക് 1 കിലോമീറ്റർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുപോലൊരു അവസരം നമുക്ക് വരുന്നത് കുറവാണ്. കാരണം ഇത്രയും നല്ലൊരു ലാൻഡും വീടും കൂടെ ഈ ഒരു അളവിൽ സ്വന്തമാക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അത് മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് ടോട്ടലി ലാൻഡും വീടും കൂടെ വരുന്നത് 10.25 സെന്റ് സ്ഥലത്താണ്. 10.75 സെന്റ് ലാൻഡിൽ 1150 സ്ക്വയർ ഫീറ്റിൽ 1150 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഒരു കോമൺ ബാത്റൂം പുറത്ത് വരുന്നുണ്ട്. കാർ പാർക്കിങ്ങിന് എണ്ണം ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, വലിയൊരു ലാൻഡ് തന്നെയാണ്. എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. നമുക്ക് ഈ കാണുന്ന വീട് എടുക്കാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 10.25 സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടെ ഒന്നിച്ച് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുദ്ദേശിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. 10.25 സെന്റ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും കൂടെ ടോട്ടൽ ആയിട്ട് ഈ കാണുന്ന വീടും ലാൻഡും കൂടെ സ്വന്തമാക്കാനായിട്ട് 95 ലക്ഷം രൂപ, 95 ലാക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ടോട്ടൽ ആയിട്ട് വേണ്ട ഒരു 6 സെന്റും ഈ കാണുന്ന വീടും, ഏകദേശം നമുക്ക് ഈ കാണുന്ന ഒരു പോർഷനാണ് 6 സെന്റ് എന്ന് പറയുന്നത്. 6 സെന്റും ഈ വീടും കൂടെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 65 ലക്ഷം രൂപയ്ക്കും കൂടെ സ്വന്തമാക്കാം. 2 ഓപ്ഷനുകളാണ് നമുക്ക് ഈ ഒരു വീടിന്റെ സെയിലിനായിട്ട് ഓണർ വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെരി അർജന്റ് സെയിൽ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ വീട് ഇട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആഡ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ലേറ്റ് ആവരുത്. 10.25 സെന്റ് സ്ഥലവും വീടും കൂടെ നിങ്ങൾക്ക് 95 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. അത് വേണ്ട 6 സെന്റ് സ്ഥലവും വീടും കൂടെ മതിയെങ്കിൽ 65 ലക്ഷം രൂപയ്ക്ക്. ഈ പറയുന്ന 2 പ്രൈസുകളും 95 ലക്ഷവും 65 ലക്ഷവും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നല്ലൊരു ചാൻസ് ആണ്, മിസ്സാക്കരുത്. അർജന്റ് സെയിലാണ്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.